PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെറ്റ് ആണ് കേട്ടോ ഇനി മുതൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു സീരീസ് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഏതൊരു PSC പരീക്ഷ എഴുതാൻ നേരത്തും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. റിപ്പീറ്റ് ചോദ്യം ഒരുപാട് രീതിയിൽ ചോദിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മളൊരു 2025 പരീക്ഷയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ 2023 24 അതായത് ഏത് വർഷമാണോ പരീക്ഷ എഴുതുന്നത് അതിന് മുമ്പ് 2 വർഷം മുമ്പുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജനറൽ PSC പരീക്ഷയുടെ വർക്ക്ഔട്ട് ചെയ്ത് നന്നായി പഠിച്ചിട്ട് വേണം പരീക്ഷ എഴുതാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് റിപ്പീറ്റഡ് ചോദ്യങ്ങൾ കിട്ടും. അപ്പൊ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന് പറയുന്ന സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറെ ചോദ്യ പേപ്പറൊക്കെ 2024 ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂറ്റി ആണ്. ഇനി നമ്മൾ എല്ലാ ദിവസവും 2024 ജനറൽ പരീക്ഷയിലെ ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്യും. ജനറൽ പരീക്ഷ 2024 ഏകദേശം 26 പരീക്ഷകളാണ് PSC നടത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു 7-8 ചോദ്യപേപ്പർ ഓൾറെഡി ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ചെയ്തു തുടങ്ങാം. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ PDF സെറ്റ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യാൻ പറ്റുമോ. 2024 2023 മുഴുവൻ മുൻവർഷ ചോദ്യങ്ങൾ ജനറൽ PSC പരീക്ഷയുടെ മുഴുവൻ മുൻവർഷ ചോദ്യങ്ങളും അതിന്റെ ആൻസറും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള OMR ഷീറ്റ് നൽകുന്നതായിരിക്കും. ആർക്കും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക. അപ്പൊ നമുക്ക് ഓരോ ചോദ്യമായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. നമ്മളിന്ന് ചോദ്യം ഡിസ്കസ് ചെയ്യാൻ എടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 112/2024 കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ PSC ക്യാൻസർ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിട്ടുള്ളവയിൽ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത്. താഴെ തന്നിട്ടുള്ളവയിൽ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, ചാനാർ കലാപം, കൂട്ടക്കുളം സമരം. അപ്പൊ ഏതാണ് കാലക്രമത്തിൽ അടിസ്ഥാനപ്പെടുത്തുമ്പോൾ അത് വരുന്നത് നോക്കിക്കേ. ഓപ്ഷൻ A ആണ് അല്ലെ. ഫസ്റ്റ് ഏത് വരും? ചാനാർ ലഹള വരും. ഫസ്റ്റ് ചാനാർ ലഹള വരും. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് ഏത് വരും നോക്കിക്കേ. ഫസ്റ്റ് ചാനാർ ലഹള വരുമെങ്കിൽ സെക്കൻഡ് ഗുരുവായൂർ സത്യാഗ്രഹമാണ് സെക്കൻഡ് വരുന്നത്. ദെൻ തേർഡ് ഏത് വരും? കൂട്ടംകുളം സമരമാണ് തേർഡ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ പാലിയം സത്യാഗ്രഹമാണ് ഫോർത്ത് പൊസിഷനിൽ വരിക. അപ്പൊ ഓപ്ഷൻ A ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചത്. 1857 കലാപസ്ഥലം നേതാക്കള് വെച്ചിട്ട് നമുക്ക് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത്. 3 ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഏതാന്ന് നോക്കിക്കുക. നമുക്കൊന്ന് കൂട്ടിച്ചേർത്ത് നോക്കാം അല്ലെ. ഒന്ന് ഏതാണ്? ഒന്ന് ബലേറി എങ്ങോട്ട് വരും? 2 അല്ലെ. ഖാൻ ബഹദൂർ ആണ് വരിക. ഇനി 2 പർഗാന എങ്ങോട്ട് വരും? ഷാമലാണ് പർഗാന വരിക. ഫൈസാബാദോ 3 എങ്ങോട്ടാ വരിക? മൗലവി അഹമ്മദുള്ളയാണ് വരിക. ദെൻ ബീഹാർ ഏതാണ് വരുന്നത്? കൺവേഴ്സിംഗ് ആണ് അല്ലെ. അപ്പോ ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതാണ് സമ്മേളനം? ഓപ്ഷൻ C ബെൽഗാം സമ്മേളനമാണ്. 1924 ബെൽഗാം സമ്മേളനമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. പ്രാതിനിധ്യമില്ല നികുതിയില്ല ഇത് മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചേക്കുന്നത്. പ്രാതിനിധ്യമില്ല നികുതിയില്ല ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം ഏതാണത്? ഓപ്ഷൻ B കോഴിക്കോടാണ്. കോഴിക്കോട്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകത കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെയാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകത? ഭൂസ്ഥിര ഉപഗ്രഹവും സൗരസ്ഥിര ഉപഗ്രഹങ്ങളും ഉണ്ടല്ലേ. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? റൈറ്റ് ആൻസർ ആയിട്ട് വരിക സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. ശരിയാണോ? പ്രസ്താവന ശരിയാണ്. ഭൂഗർഭജലം, പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം എന്നിവയെ വിവരശേഖരത്തിൽ ഉപയോഗിക്കുന്നത് തെറ്റാണ്. സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും 900 കിലോമീറ്റർ ഉയരത്തിലാണ്. തെറ്റാണ്. വാർത്താവിനിമയത്തിന് ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും പ്രയോജനപ്പെടുന്നു. ശരിയാണോ? ശരിയാണ്. 1ഉം 4ഉമാണ്. അതുകൊണ്ട് ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ബ്രഹ്മപുത്രയുടെ പോഷണനദികളിൽ ശരിയായ ജോഡി ഏത്? ബ്രഹ്മപുത്രയുടെ പോഷണനദികളിൽ ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ A ആണ് കേട്ടോ. മാനസ് ആൻഡ് സുബൻസിരി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങല്ലൂർ പള്ളംപുഴ ഒഴുകുന്ന പ്രദേശം ചോദിച്ചേക്കുന്നത് ഏതാണ്? ഓപ്ഷൻ C അട്ടപ്പാടിയാണ് കേട്ടോ. അട്ടപ്പാടി. ഇനി 10ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ആക്കിയിട്ടുള്ള ചോദ്യമാണ് 10. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഏതാണ്? ഓപ്ഷൻ A ആണ് കേട്ടോ. ഭുവാൻ അസാരിക സേതു ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി ചുഴലിക്കാറ്റുകൾ പേര് നൽകിയ രാജ്യവും ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 12 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ B ആണ് കേട്ടോ. രശ്മിമാല ശ്രീലങ്ക എന്നാണ്. ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക.
1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 1ഉം 2ഉമാണ്. ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും അതുപോലെ തന്നെ ഏതാണ് ആഗോളവൽക്കരണമാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. നബാർഡ് സ്ഥാപിതമായ വർഷം എന്നാണ് നബാർഡ് സ്ഥാപിതമായിട്ടുള്ളത്? ഓപ്ഷൻ എ 1982 നബാർഡ് സ്ഥാപിതമായത്. ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകൾ ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്? കർഷകരുടെ കുടിയേറ്റമാണ് ഉൾപ്പെടാതെ വരുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങള്, രാസവളങ്ങള്, യന്ത്രവൽക്കരണം ഒക്കെ അതിനകത്ത് ഉൾപ്പെടുന്നവരാണ്. കർഷകരുടെ കുടിയേറ്റമാണ് ഉൾപ്പെടാത്ത 15. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 16 കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഒറീസയാണ് കേട്ടോ, ഒറീസ. 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടിരുന്നത്? 17 ഓപ്ഷൻ സി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആര്? 18 ഓപ്ഷൻ ബി പങ്കജ് ചൗധരിയാണ്. ഇന്ത്യൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചിയുടെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏതാണ്? കോടതി മുഖേന സമാധാനപരമായ യോഗം ചേരാനുള്ള അവകാശമാണ്. നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? നിയമനിർമ്മാണം രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും അധികാരമാണ്. ശരിയാണോ? കറക്റ്റ് ആണ് അല്ലെ? ഇനി അടുത്തത് ധനകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുന്ന രാജ്യസഭയിലായിരിക്കും. തെറ്റാണ്. നിയമനിർമ്മാണ രാഷ്ട്രപതി നിയമപരമായ വിറ്റോ അധികാരമുണ്ട്. ശരിയാണോ? ശരിയാണ്. 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ കർണാടകയാണ് കേട്ടോ. കർണാടകയാണ് റൈറ്റ് ആൻസർ. ഇന്ത്യൻ ഭരണഘടന നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ. 24 ചോദ്യം ക്യാൻസൽ ആക്കിയിട്ടുള്ളതാണ് PSC. ഇനി ക്രിമിനൽ പ്രൊസീജിയേഴ്സ് കോഡ് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏതാണ്? 25 ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്ത താഴെ പറഞ്ഞ 2 പ്രസ്താവനകൾ പരിഗണിക്കുക. പരിഷ്കരണ നിയമം പാസാക്കിയപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പട്ടം താണുപിള്ളയായിരുന്നു. പ്രസ്താവന തെറ്റാണ്. 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഉടമസ്ഥതയിൽ പരിധി നിശ്ചയിക്കാൻ, മിച്ച ഭൂമികൾ നൽകൽ, കുടിയാധാരം നിർത്തലാക്കൽ, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകുക എന്നിവ ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ശരിയാണോ? പ്രസ്താവന ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം കാലക്രമത്തിലാക്കാനാണ് പറഞ്ഞേക്കുന്നത്. 28 റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത്? 28 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്തത് 2028 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവനയായിട്ട് വരുന്നത്? നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു. പ്രസ്താവന ശരിയാണോ? പ്രസ്താവന ശരിയാണ്. ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്ന ജില്ലാ കളക്ടറാണ്. ശരിയാണോ? പ്രസ്താവന 29 പ്രസ്താവന ശരിയാണ്. പ്രാദേശിക നിരീക്ഷണ സമിതി കാലാവധി രൂപീകരണ തീയതി മുതൽ 5 വർഷമായിരിക്കും. പ്രസ്താവന തെറ്റാണ്. പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കൺവീനർ വില്ലേജ് ഓഫീസർ ആണ്. പ്രസ്താവന ശരിയാണോ? പ്രസ്താവന തെറ്റാണ് അല്ലെ? അപ്പോൾ 3ഉം 4ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഭരണഘടന അനുച്ഛേദവും അനുബന്ധ കമ്മീഷനും കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 30 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. വനിതാ ശിശുക്ഷേമ വകുപ്പും സ്ത്രീകളും സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമായി നടപ്പിലാക്കുന്ന പദ്ധതികൾ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ് പദ്ധതികളായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി എല്ലാ പദ്ധതികളും ശരിയാണ്. അഭയകിരണം, മാംഗല്യ, ആശ്വാസനിധി, സഹായഹസ്തം ഒക്കെ ശരിയായിട്ടുള്ളതാണ്. എല്ലാം ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏത് സംസ്ഥാനമാണ്? നമ്മുടെ കേരളമാണല്ലേ. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? 33 ഓപ്ഷൻ എ നവജീവനാണ്. നവജീവൻ. ഏത് ഗ്രന്ഥിയാണ് മനുഷ്യരുടെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്നറിയപ്പെടുന്നു. ഏതാണ്? 34 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി പീനിയൽ ഗ്രന്ഥിയാണ് കേട്ടോ. പീനിയൽ ഗ്രന്ഥി. അടുത്ത താഴെ പറയുന്ന ഏത് നിയാസിന് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? 35 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി വൈറ്റമിൻ ബി ആണ് കേട്ടോ. ചിക്കൻ ബോക്സ് വൈറസിന്റെ ശാസ്ത്രീയ നാമം ഏതാണ്? ചിക്കൻ ബോക്സ് വൈറസിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് വിരസെല്ല സ്റ്റോറ ആണ്. ഓപ്ഷൻ ഡി ആണ്. ശരീരത്തെ കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന പ്രവർത്തനം എന്താണ്? ഊർജം നൽകുക എന്നതാണ്.
3R തത്വത്തിന്റെ ശരിയായ ക്രമം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? 38 ഓപ്ഷൻ സി ആണ്. കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക എന്നതാണ് കേട്ടോ. എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ഡാഷ് ആണ്. ഏതാണ്? 39 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ലിഗ്മെന്റുകളാണ്. താഴെ പറയുന്നതിൽ അനിയന്ത്രിതമായ കോശ വളർച്ചയുണ്ടാകുന്ന രോഗം ഏതാണ്? ഏതാണ്? ക്യാൻസർ ആണ്, ക്യാൻസർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രചോദനം നേടാൻ യോഗ്യരായവർ താഴെ പറയുന്നവയിൽ ഏതാണ് അല്ലെങ്കിൽ ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 41 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇതെല്ലാമാണ് കേട്ടോ. സോറി, ഇതൊന്നുമല്ല എന്നുള്ളതാണ്. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് എവിടെയാണ്? എവിടെയാണ്? 42 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ധ്രുവങ്ങളിലാണ്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? ഏതാണ്? ഓപ്ഷൻ എ വികരണമാണ് കേട്ടോ, വികരണമാണ്. മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 44 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ്. ഇന്ത്യയുടെ മൂന്നാമത് ചന്ദ്ര ദൗത്യമായി ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന്. എന്നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്? 45 ഓപ്ഷൻ ബി ആണ്. 2023 ജൂലൈ 14. ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ഏതാണ്? ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ക്ലോറോഫ്ലൂറോ കാർബൺ ആണ് ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്നത്. SETP സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും ഒരു മോളിന് ഉണ്ടായിരിക്കേണ്ട വ്യാപ്തം എത്രയാണ്? എത്രയാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. വൈദ്യുത പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വൈദ്യുത പിതാവ് എന്നറിയപ്പെടുന്ന ഓപ്ഷൻ ബി മൈക്കിൾ ഫാരഡെ ആണ് വൈദ്യുത പിതാവ് എന്നറിയപ്പെടുന്നത്. പുതിയതായി കണ്ടുപിടിക്കപ്പെട്ട ആറ്റോമിക് നമ്പർ 118 മൂലകത്തിന്റെ പേര് ഏതാണ്? 50 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആറ്റം എന്ന പദം ആരാണ് നിർദ്ദേശിച്ചത്? ഡെമോക്രിറ്റസ് ആണ് ആറ്റം എന്ന പദം പേര് നിർദ്ദേശിച്ചത്. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏത്? ഏതാ? 52 കേളിയാണ് കേട്ടോ, കേളി. കുമാരനാശന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ്? 53 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി തോന്നയ്ക്കലാണ്. മലയാളത്തിൽ ആദ്യ ചെറുകഥയായ വാസന വികൃതി ഏത് മാസികയിൽ പ്രസിദ്ധീകരിച്ചത്? ഏതാണ്? 54 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി വിദ്യാ വിനോദിനിയാണ് കേട്ടോ. വയനാട് ദേശം പശ്ചാത്തലമാക്കി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏത്? 55 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി വല്ലിയാണ്. ഭാർഗവി നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേര്? 56 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി നീല വെളിച്ചമാണ്. താഴെ പറയും ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡ്രിക്സ്. ശരിയാണ്. ഒളിമ്പിക്സ് സെമി ഫൈനലിൽ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. ശരിയാണ്. പി.ടി. ഉഷ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത. 3 പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. താഴെ കൊടുത്ത പ്രസ്താവനയുടെ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 58 ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ഇതിന്റെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് അർജുന അവാർഡ്. ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. 2000 അർജുന അവാർഡ് ലഭിച്ച ലോങ് ജംപ് താരമാണ് മുരളി ശ്രീശങ്കർ. ശരിയാണ്. 2000 അർജുന അവാർഡ് നേടി ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി. ശരിയാണ്. 2ഉം 3ഉമാണ് ശരി. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണം ഉൾപ്പെടാത്തത് ഏത്? ഏതാണ് കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണം ഉൾപ്പെടാത്ത? ഓപ്ഷൻ സി പ്ലോട്ടർ ആണ് ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത്. GPS-ന്റെ പൂർണ്ണ രൂപം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. 60 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. വെബ് ബ്രൗസറിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഏതാണ്? ഓപ്ഷൻ ഡി കുക്കിയാണ്. മൈക്രോസോഫ്റ്റിന്റെ പുതിയ AI സംവിധാനം ഏതാണ്? മൈക്രോസോഫ്റ്റിന്റെ പുതിയ AI സംവിധാനം എന്ന് പറയുന്നത് കോപൈലറ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. താഴെ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പൊതുവായ ഭാഷ ഏതാണ്? 63 ഓപ്ഷൻ എ പൈത്തൺ ആണ്, പൈത്തൺ. ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം 2005 പ്രകാരം തൊഴിലിടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് വിവരം ലഭിക്കണമെങ്കിൽ ആരെയാണ് സമീപിക്കേണ്ടത്? ആരെയാണ് സമീപിക്കേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയാണ് സമീപിക്കേണ്ടത്. 2012 പോക്സോ നിയമം ബാധകമാകുന്നത് ആർക്കാണ്? ഇന്ത്യ മുഴുവൻ പോക്സോ നിയമം ബാധകം ആയിരിക്കും. കുട്ടികളുടെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? 66 ഓപ്ഷൻ ബി റിപ്പോർട്ട് ലഭിച്ച് 24 മണിക്കൂറിനകം തന്നെ ഇൻഫോം ചെയ്തിരിക്കണം. ഏത് അന്താരാഷ്ട്ര സംഘടന കുട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്നത്? ഏതാണ്? 67 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് കേട്ടോ, യുണിസെഫ് ആണ്. ഗാർഹിക പീഡന നിയമം 2005 ഗാർഹിക പീഡനം എന്നാൽ എന്താണ്? എന്താണ്? ഓപ്ഷൻ ഡി
ABC, അതായത് സാമ്പത്തിക ദുരുപയോഗം, ശാരീരികമായി ബുദ്ധിമുട്ടിക്കുക, ലൈംഗികമായി ബുദ്ധിമുട്ടിക്കുക ഒക്കെ ഇത് ഈ ഒരു ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറഞ്ഞ ഏതാണ് ഉൾപ്പെടുത്തുക? 69 PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഏത് വർഷമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയാൻ നിയമം നിലവിൽ വന്നത്? ഏത് വർഷമാണ് നിലവിൽ വന്നത്? 70 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 1989 ആണ്. അപ്പോൾ നമ്മൾ ഇന്നത് ഒരു പ്രീവിയസ് ഇയർ 2024 നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ നമ്മൾ മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2023 24 ജനറൽ PSC പരീക്ഷയുമായിട്ടുള്ള മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. PSC സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിന്റെ PDF സെറ്റ് 2023 24 പ്രീവിയസ് ഇയർ സെറ്റും അതിന്റെ പ്രാക്ടീസ് ചെയ്യാനുള്ള OMR ഷീറ്റും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.